അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്കെതിരെ കടുത്തുരുത്തി മേഖലയിൽ പ്രതിഷേധം ശക്തം. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്കെതിരെ കടുത്തുരുത്തി മേഖലയിൽ പ്രതിഷേധം വ്യാപകമാകുകയാണ്. പദ്ധതിക്കെതിരെ കീഴൂരിലും ഇരവിമംഗലത്തും നടന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് പിന്നാലെ ഞായറാഴ്ച കടുത്തുരുത്തിലും ജനകീയ കൂട്ടായ്മ നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 4-ന് കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഗമം മോൻ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായാണ് അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിയുടെ സർവേ ഈ മേഖലയിൽ പൂർത്തീകരിച്ചതെന്ന് പറയുന്നു. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ഏകദേശം 571 കിലോമീറ്റർ നീളമുള്ള പദ്ധതിയുടെ സാറ്റലൈറ്റ് ട്രാക്ക് സർവേ 3 മാസങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചിരുന്നു. DMRC പഠനത്തെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ കടുത്തുരുത്തി മേഖലയിൽ പൂർത്തീകരിച്ചതായും അറിയുന്നുണ്ട്. കടുത്തുരുത്തി, ആപ്പാഞ്ചിറ, വാലാച്ചിറ, ആദിത്യപുരം, ഇരവിമംഗലം, കീഴൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഞ്ഞ വരകളാൽ മാർക്കിംഗ് നടത്തിയും നമ്പർ രേഖപ്പെടുത്തിയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 110 മീറ്റർ വീതിയിലാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്നാണ് അറിയുന്നത്. അതിവേഗ ട്രാക്കും അതിന് ഇരുവശത്തുമായി സർവീസ് റോഡും ഉൾപ്പെടുത്തിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂ ഉടമകൾക്കോ ഈ മേഖലയിലെ ജനപ്രതിനിധികൾക്കോ സർവേ നടപടികളെക്കുറിച്ച് ഒരു വിധത്തിലുള്ള അറിവും ലഭിച്ചിട്ടില്ല. സിറ്റി ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി കടുത്തുരുത്തിയിൽ നിന്നും ബിജു പുളിക്കൻ. നഴ്സിംഗ് പ്രവേശനം തേടുന്നവർ വഞ്ചിതരാവരുതെന്ന് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർ. നഴ്സിംഗ് പഠനത്തിനും നഴ്സിംഗ് ജോലിക്കുമായി ആയിരക്കണക്കായ മലയാളികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നതിനിടയിലാണ് വ്യാജ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ലോബികളുടെ ചതിയിൽപ്പെടരുത് എന്ന നിർദ്ദേശവുമായി കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയോ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നഴ്സിംഗ് കൌൺസിലിന്റെയോ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെയോ മതിയായ അംഗീകാരമില്ലാത്ത നഴ്സിംഗ് കോളേജുകളിൽ ചേർന്ന് പഠനം പ്രതിസന്ധിയിലെത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരാതിയുമായി നഴ്സിംഗ് കൌൺസിലിനെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി രജിസ്ട്രാർ രംഗത്ത് വന്നിരിക്കുന്നത്. നഴ്സിംഗ് കോഴ്സിനുള്ള പ്രവേശനം തരപ്പെടുത്തി കൊടുക്കാമെന്നും വിദേശത്ത് ജോലി തരപ്പെടുത്തി നൽകാമെന്ന വാഗ്ദാനവുമായി ഒട്ടേറെ ഏജൻസികളാണ് കേരളത്തിൽ തലങ്ങും വിലങ്ങുമായി പ്രവർത്തിക്കുന്നത്. കർണാടകം, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും വൻതുക കമ്മീഷൻ ഇനത്തിൽ വാങ്ങിയാണ് യാതൊരു നിബന്ധനകളുമില്ലാതെ നഴ്സിംഗിന് വിദ്യാർത്ഥികളെ പല ഏജൻസികളും അയക്കുന്നത്. പരസ്യ പ്രളയത്തിൽ മയങ്ങി വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നിടത്തു ചെന്നും നൂറുകണക്കായ വിദ്യാർത്ഥികളാണ് ചതിയിൽപ്പെടുന്നത് എന്ന് നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രാർ മുന്നറിയിപ്പ് നൽകുന്നു. നഴ്സിംഗ് പ്രോഗ്രാമിന് പ്രവേശനം നേടുന്ന സ്ഥാപനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരമുണ്ടെന്ന് മുൻകൂറായി ഉറപ്പുവരുത്തണം. ഇതിനായി വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുമ്പോൾ നടപ്പ് അധ്യയന വർഷത്തിൽ ഈ സ്ഥാപനത്തിന്റെ അംഗീകാരം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ പിൻവലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും രജിസ്ട്രാർ പറയുന്നുണ്ട്. www.kerala-nursing-council.org, www.indian-nursing-council.org എന്നീ വെബ്സൈറ്റുകളിൽ അംഗീകൃത സ്കൂളുകളുടെയും കോളേജുകളുടെയും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നും കൌൺസിൽ പറയുന്നു. INC, KNC അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പാസ്സാകുന്നവർക്ക് മാത്രമേ KNCയുടെ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് രജിസ്ട്രേഷൻ നൽകുകയുള്ളൂ. കേരളത്തിലെ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ഇല്ലാതെ കേരളത്തിലെ ഒരു ആശുപത്രിയിലും ഹെൽത്ത് കെയർ സെന്ററിലും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കെ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി പ്രവേശനം നേടണമെന്നാണ് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കേരളത്തിലോ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മതിയായ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളുകളിൽ നേരിൽ പ്രവേശനം നേടുവാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചില്ല. സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടം. യഥാസമയം വർധനവുണ്ടായാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പദ്ധതികൾക്ക് വേഗമേറും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കാര്യമായ വർധനവുണ്ടായെങ്കിലും ഈ ഇനത്തിൽ ലഭിക്കേണ്ട തൊഴിൽ നികുതിയിൽ സർക്കാരിന് ഒരു വിധത്തിലുള്ള വർധനവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രാമീണ തലങ്ങൾ മുതൽ സംസ്ഥാന തലത്തിൽ വരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായി പ്രവർത്തിക്കുന്നവർ നിശ്ചിത തുക ഓരോ 6 മാസത്തിനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ നികുതിയായി നൽകണം എന്നാണ് വ്യവസ്ഥ. ഉദ്യോഗസ്ഥരുടെ ശമ്പളം അടുത്ത കാലത്ത് കാര്യമായി വർദ്ധിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും പഴയ പാറ്റേണിൽ തന്നെ
തന്നെയാണ് തൊഴിൽ നികുതി ഉദ്യോഗസ്ഥർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനുപാതികമായ വർധനവ് തൊഴിൽ നികുതിയിൽ വരുത്തിയിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ലഭിക്കുമായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലുള്ള തൊഴിൽ നികുതി പാറ്റേൺ അനുസരിച്ച് കുറഞ്ഞത് 250 രൂപ മുതൽ കൂടിയത് 1250 രൂപ വരെയാണ് 6 മാസത്തിലൊരിക്കൽ ഉദ്യോഗസ്ഥർ തൊഴിൽ നികുതിയായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്നത്. ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലേക്ക് തൊഴിൽ നികുതി അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. പ്രൊഫഷണൽ ടാക്സ് ഇനത്തിൽ ലഭിക്കുന്ന തുക പ്രാദേശിക ഗവൺമെന്റുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരളവ് വരെ സഹായകരമാണെന്നിരിക്കെയാണ് തൊഴിൽ നികുതിയിൽ വർധനമുണ്ടാക്കാത്തതും തൊഴിൽ നികുതി വർദ്ധിപ്പിക്കാത്ത ഇനത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. 29,999 രൂപ 6 മാസത്തെ ശമ്പളം ലഭിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കുറഞ്ഞത് 250 രൂപ തൊഴിൽ നികുതിയായി നൽകണം. 6 മാസത്തെ ശമ്പളത്തിന്റെ ആകെത്തുക 49,999 രൂപയാണെങ്കിൽ 450 രൂപയും 69,999 രൂപയാണെങ്കിൽ 600 രൂപയും എന്നീ ക്രമത്തിലാണ് തൊഴിൽ നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. 250, 450, 600, 750, 1000, 1250 എന്നിങ്ങനെയാണ് തൊഴിൽ നികുതിയുടെ പാറ്റേൺ. 1,24,999 രൂപ വരെ ലഭിക്കുന്നവർ 1,250 രൂപ നൽകണം. പരമാവധി തുക ഇത്തരത്തിൽ നിജപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുക 1,250 ഒതുങ്ങുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അടിസ്ഥാന ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം അടക്കമാണ് 6 മാസ ശമ്പള തുക കണക്കാക്കിയിരിക്കുന്നത്. തൊഴിൽ നികുതി ഇനത്തിൽ വൻ വർധനവ് ഉണ്ടായാൽ പ്രാദേശിക വികസനത്തിൽ വലിയ ഒരളവ് വരെ കാര്യമായ തുക സമാഹരിക്കുവാൻ പഞ്ചായത്തുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ രംഗത്ത് തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയരാൻ കാരണമായിരിക്കുന്നത്. അതിലുപരി ശമ്പളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തൊഴിൽ നികുതി നിശ്ചയിച്ചിരിക്കുന്നത് എന്നതിനാൽ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും തൊഴിൽ നികുതി വർദ്ധിപ്പിക്കാത്തത് ശരിയായ കാഴ്ചപ്പാട് അല്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മഴ കുറയുന്നു, കാർഷിക മേഖല പ്രതിസന്ധിയിലേക്ക്. ജില്ലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 41% മഴ കുറവ്. കാർഷിക മേഖലയ്ക്ക് കനത്ത പ്രകരം സമ്മാനിച്ചാണ് കാലാവസ്ഥയിൽ കാര്യമായ വ്യതിയാനമുണ്ടായിരിക്കുന്നത്. തിമിർത്തു പെയ്യുന്ന കർക്കിടകമെന്ന പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകൾ പോലും മാറ്റിമറിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കുറഞ്ഞത് കർക്കിടകത്തിൽ 10 ദിവസമെങ്കിലും തിമിർത്തു പെയ്യുന്ന മഴ സാധാരണമായിരുന്നുവെങ്കിൽ ഇതൊക്കെ പഴങ്കഥയായിരിക്കുകയാണ്. കോരിച്ചെരിയുന്ന ഇടവപ്പാതി പോലും അന്യമായ സാഹചര്യത്തിലാണ് കേരളത്തിലെ കാലാവസ്ഥാ വിശേഷം. ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കുന്ന ശക്തമായ മൺസൂണിന്റെ അഭാവം ഇക്കുറി കാർഷിക മേഖലയെ തകിടം മറിച്ചിരിക്കുകയാണ്. വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ് കുറവ് മഴ ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ ലഭിക്കേണ്ടുന്ന മഴയിൽ 59% മാത്രം മഴയാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നതെന്ന് കാലാവസ്ഥാ രംഗത്തെ വിദഗ്ധർ പറയുന്നു. 41% മഴയുടെ കുറവ് നെൽകൃഷി അടക്കമുള്ള മുഴുവൻ കാർഷിക മേഖലയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൃഷി ഇറക്കിയവരെല്ലാം നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല. ഓഗസ്റ്റ് മാസത്തിൽ നേരിയ രീതിയിൽ മഴ ലഭിച്ചാലും ഇപ്പോൾ മഴയിലുണ്ടായിരിക്കുന്ന കുറവ് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാർഷിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ പോലും ശുദ്ധജലക്ഷാമത്തിന് ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ ചന്നം പെയ്തൊഴിയുന്ന മഴയൊഴിച്ചാൽ കാര്യമായ മഴ കോട്ടയം ജില്ലയിൽ ലഭിച്ചേയില്ല എന്ന് വേണം വിലയിരുത്തുവാൻ. ജില്ലയുടെ പല ഭാഗങ്ങളിലും കർക്കിടകത്തിൽ പോലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യമാണുള്ളത്. മുൻ തലമുറയ്ക്ക് അവിശ്വസനീയമായ വിധം ഇപ്പോഴും വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ പോലും കോട്ടയം ജില്ലയിൽ ചിലയിടങ്ങളിലുണ്ട്. കാർഷിക സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്ന കുറവലങ്ങാട് ഞീടൂർ മേഖലയിൽ മഴയുടെ അഭാവം കാർഷിക മേഖലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പ്രഹരം ചെറുതല്ല. ഇടയ്ക്ക് വന്ന ചെറിയൊരു മഴ പച്ചക്കറി കർഷകർക്കും മരച്ചീനി കർഷകർക്കും ദോഷകരമായി ബാധിച്ചുവെങ്കിലും മഴ തുടർ ലഭിക്കാത്തത് മൂലം കളത്തൂർ ഞീടൂർ മേഖലയിലെ പച്ചക്കറി കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇനി അറിയിപ്പുകൾ. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് 2012-2013 സാമ്പത്തിക വർഷ പദ്ധതി രൂപീകരണം സംബന്ധിച്ച് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രത്യേക ഗ്രാമസഭാ യോഗം തിങ്കളാഴ്ച 2:30 പഞ്ചായത്ത് ഹാളിൽ ചേരും. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും അവരുടെ രക്ഷിതാക്കളും ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പരിപാടികളുടെ ഭാഗമായി ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച 4 മോൻസ് ജോസഫ് MLA നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഞീടൂരിൽ പ്രവർത്തിക്കുന്ന IHRD സ്ഥാപനമായ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, BSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങളോടുകൂടി +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. സാംബവ മഹാസഭ കടുത്തുരുത്തി ശാഖാവാർഷികം യൂണിയൻ പ്രസിഡന്റ് CK ശശി ഉദ്ഘാടനം ചെയ്തു. AK ശശി അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി AK ശശി, VA ഷാജി,
PC രതീഷ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ഫെഡറേഷൻ വൈക്കം ബ്രാഞ്ച് വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 10 വൈക്കം വൈറ്റ് ഗേറ്റ് റെസിഡൻസിയിൽ നടക്കും. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് KC ജെയിംസ് ഉദ്ഘാടനം ചെയ്യും. ബ്രാഞ്ച് പ്രസിഡന്റ് PG ത്രിഗുണസെൻ അധ്യക്ഷത വഹിക്കും. കുറവലങ്ങാട് PPM ട്രസ്റ്റിന്റെയും കുറവലങ്ങാട് റൂറൽ ഡെവലപ്മെന്റ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിക്ക് അനുമോദനം നൽകും. ശനിയാഴ്ച വൈകുന്നേരം 5:30 കുറവലങ്ങാട് നാഷണൽ ഓഡിറ്റോറിയത്തിലാണ് അനുമോദന സമ്മേളനം. സമ്മേളനത്തിൽ മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി KM മാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജോസ് കെ മാണി MP ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയെ പൊന്നാട അണിയിച്ച് ആദരിക്കും. പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തും. PR ഗോവിന്ദൻകുട്ടി നായർ ഉപഹാരം സമർപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി അനുമോദന വാക്കുകൾ അർപ്പിക്കും. ഞീടൂർ IHRD കോളേജിന് സ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം സ്ഥലം സന്ദർശിക്കും. മോൻസ് ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോളേജിനെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച സന്ദർശനം നടത്തുന്നത്. കടുത്തുരുത്തി മേട്ടുംപാറ വില്ലൂന്നുകാലായിൽ പരേതനായ കുര്യൻ സിറീഖിന്റെ മകൻ ടോമി നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. എഴുമാംതുരത്ത് കാര്യാത്തിൽ പരമേശ്വരന്റെ ഭാര്യ പങ്കജാക്ഷി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇടയാഴം വെളുത്തേടത്തുറയിൽ കുടുംബാംഗമാണ്. കാപ്പന്തല പ്ലാമ്പറമ്പിൽ സുകുമാരൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി ജനത്തിന് ഇരുട്ടടി. വൈദ്യുതി ചാർജ് വർധനവിനെ വെല്ലാൻ സൗരോർജ്ജ പാനലുമായി റിട്ടയർഡ് അധ്യാപകർ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പരിശോധന സംഘം. ഞീടൂർ കൊക്കോ സംഭരണ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ. ജനകീയ പ്രതിഷേധത്തിന് അണിയറ നീക്കം. മുളക്കുളം വളത്തിൽ പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.